നമസ്കാരം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് 19:10. കാണാതെ പോയതിനെ അന്വേഷിക്കുവാനും രക്ഷിക്കുവാനുമാണല്ലോ മനുഷ്യപുത്രൻ വന്നത്. മനുഷ്യപുത്രൻ, അതായത് കർത്താവായ യേശുക്രിസ്തു, ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാണാതെ പോയതിനെ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും രക്ഷിക്കാനുമൊക്കെയാണ് മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് നമുക്കെല്ലാവർക്കും രക്ഷ ലഭിച്ചതും നമ്മളൊക്കെ ഇപ്പോഴും മാനസാന്തരപ്പെട്ടതും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമൊക്കെ. അതൊക്കെയും കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഫലമായിട്ട് കൊണ്ട് മാത്രമാണ്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്നാണ് ഞാനിന്ന് പറഞ്ഞ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ കടന്നുവരവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവത്തിൽ നിന്നും പിന്മാറിപ്പോയവർ, ദൈവത്തെ അറിയാത്തവർ, ഇവരൊക്കെയും രക്ഷയുടെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും വളരെയധികം സഹായകമായത് യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവും അതിനുശേഷം ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളുമാണ്. അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് വളരെയധികം സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഈ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ഞാനിന്ന് പറയുന്നത്. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എൻ്റെ പേര് സുനി. സുനി ചേച്ചി എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരം മാറനല്ലൂർ അല്ലേ? അതെ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡും മോനും മോനുണ്ട്. ഹസ്ബൻഡും മോനും മോളും അല്ലേ? മോളില്ല, ഹസ്ബൻഡും മോനും അല്ലേ? അതെ. ഓക്കെ. നിങ്ങൾ 3 പേരും. നിങ്ങൾ 3 പേരും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതെ. ഓക്കെ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ദൂതനെ കണ്ട് ദാവീദും മൂപ്പന്മാരും എന്താണ് ചെയ്തത്? പരിക്കൻ വസ്ത്രം ധരിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അതേ, ആൻസർ കറക്റ്റാണ്. പരുക്കൻ വസ്ത്രം ധരിച്ച് സാഷ്ടാംഗം വീണു. കറക്റ്റാണ് കേട്ടോ. ചേച്ചി ഒരു പാട്ട് പാടുന്നുണ്ടോ ഇന്ന്? പാടുന്നില്ല. ഓക്കെ. ആഗ്രഹം ഉണ്ടെങ്കിൽ പാടിക്കോളൂ. ഇല്ല, പാടുന്നില്ല. അടുത്ത് വിളിക്കുമ്പോൾ പാടാം അല്ലേ? ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം: ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ? ദോഷം ചെയ്ത പാപി ഞാനാകുന്നു. ഈ ആടുകൾ എന്തു ചെയ്തിരിക്കുന്നു എന്ന് ആരോട് പറഞ്ഞു? ദാവീദ് യഹോവയോട് പറഞ്ഞു. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ. ഇനി ബൈബിളിലെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? എല്ലാ കഥാപാത്രവും ഇഷ്ടമാണ്. എങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ? ദാവീദിനെ തന്നെ പറയാം അല്ലേ? ദാവീദിന്റെ എന്ത് ക്വാളിറ്റിയാണ്, എന്താണ് ഇഷ്ടം, എന്ത് ക്യാരക്ടറാണ്? യഹോവയുടെ പുതിയ പ്രകാരം ഉള്ള മനുഷ്യൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എപ്പോഴും ദൈവസന്നിധിയിലും ദൈവത്തെ ഏറ്റവും അധികം സ്തുതിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്ത മനുഷ്യനാണ്. ഏറ്റവും അധികം സ്തുതി ദൈവത്തിന് വേണ്ടി കരയിച്ചിട്ടുള്ളത് ചിലപ്പോൾ നോക്കിയാൽ ദാവീദായിരിക്കും. കാരണം ഇത്രയും സങ്കീർത്തനങ്ങൾ എഴുതാനും അങ്ങനെയൊന്നും ശരിക്കും ഒരു മനുഷ്യന് കഴിയാത്തതാണ് അല്ലേ? അസാധ്യമാണ് മനുഷ്യൻ. പക്ഷെ ദാവീദിനത് കഴിഞ്ഞു, ദൈവത്താൽ തന്നെയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ വളരെ എടുത്തു പറയേണ്ട ചുരുക്കം ചില കാര്യങ്ങൾ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം: തൻ്റെ ജനം മരിച്ചു പോകുന്നത് കണ്ടിട്ട് യഹോവ എന്തു ചെയ്യുവാനാണ് ദാവീദ് ആവശ്യപ്പെട്ടത്? നിന്റെ കൈ എന്റെ മേലും ഈ ജനം എന്ത് ചെയ്തു? നിന്റെ കൈ എന്റെ മേലും എന്റെ പിതൃഭവനത്തിലും വരട്ടെ എന്ന് പറഞ്ഞു. ആൻസർ കറക്റ്റാണ്. നിന്റെ കൈ എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും വരട്ടെ, നിന്റെ ജനത്തിന്മേൽ ഈ ബാധ വരുത്തരുതേ. ഓക്കെ.
ഇനി ബൈബിളിലെ ഒരു വചനം കൂടി പറയാമോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഓക്കെ, ദൈവം നമ്മളെ താങ്ങുകയും കരുതുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണല്ലേ? അതെ. ഓക്കെ, നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാവീദിനോട് എന്തു പറയുവാനാണ് യഹോവ ഗാദിനെ ചുമതലപ്പെടുത്തിയത്? ദാവീദ് ചെന്ന് യെബൂസ്യനായ ഓർന്നാന്റെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗം അർപ്പിക്കാൻ. അതെ, ആൻസർ കറക്റ്റാണ്. ദാവീദ് ചെന്ന് യെബൂസ്യനായ ഓർന്നാന്റെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണം. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ, എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. തിരുവനന്തപുരം മാറനല്ലൂരിൽ നിന്നും സുനിച്ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ഒരു വചനം പറഞ്ഞു, അതുപോലെ തന്നെയാണ് ദാവീദിൻ്റെ കുറച്ച് ക്വാളിറ്റീസും ദാവീദിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കാണാതെ പോയതിനെക്കുറിച്ച്, കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു ഇടയനെക്കുറിച്ച്. നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു കഥ കൂടിയാണ്. പണ്ട് വളരെയധികം കാലങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിൽ ഒരു ഇടയന് ഒരുപാട് ആടുകളുണ്ടായിരുന്നു. ആടുകളെ വെച്ചാണ് ഈ ഇടയൻ തൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ താൻ തൻ്റെ കുടുംബക്കാരുടെ കൂടി സമയം ചെലവഴിക്കുന്നതിലുപരി ഏറ്റവും കൂടുതൽ സമയം തൻ്റെ ആടുകളുമായിട്ടാണ് അയാൾ സമയം ചെലവഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ആടുകളോടൊക്കെ ഈ ഇടയന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓരോ ആടുകളെയും അത്രത്തോളം പരിപാലിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആടുകൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അതിനെ അത്രത്തോളം ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഈ ഇടയൻ പ്രാധാന്യം നൽകിയിരുന്നു. കാരണം തൻ്റെ എല്ലാ ആടുകളെയും ഈ ഇടയന് അത്രത്തോളം ഇഷ്ടമായിരുന്നു. ഇയാൾക്ക് ആകെ 100 ആടുകളാണ് ഉണ്ടായിരുന്നത്. 100 ആടുകളോടും ഒരുപോലെ സ്നേഹമായിരുന്നു. എങ്കിൽ പോലും ഈ 100 ആടുകളുടെ ഇടയിൽ കുറച്ചധികം കുസൃതി ഉണ്ടായിരുന്ന, എല്ലാ കാര്യവും പെട്ടെന്ന് ഓടി ചെയ്യുന്ന, അതുപോലെ തന്നെയാണ് വളരെയധികം വികൃതിയായിട്ടുള്ളൊരു കുഞ്ഞ് ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ശ്രദ്ധ ഈ ആടിന് ഈ ഇടയൻ നൽകിയിരുന്നു. കാരണം ഈ ആടിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഈ ഇടയൻ മനസ്സിലാക്കി. എല്ലാ ദിവസവും രാവിലെ ഈ ആടുകളെ കൊണ്ട് മേയ്ക്കുവാൻ പോകുകയും തിരികെ വരികയും, ഈ മേയ്ക്കാൻ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് എല്ലാ ആടുകളും ഉണ്ടോ, അവയ്ക്ക് ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇടയൻ വളരെയധികം കൃത്യമായി തന്നെ നോക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ദിവസം ഈ ഇടയൻ തൻ്റെ ആടുകളുമായിട്ട് രാവിലെ തന്നെ മേയ്ക്കുവാൻ പോയി. തൻ്റെ ആടുകളൊക്കെ മേയ്ക്കുവാൻ വിട്ടതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വിശ്രമിച്ച് ഒന്ന് കിടന്ന് കണ്ണു തുറന്ന് വരുന്ന സമയത്തേക്ക് പെട്ടെന്ന് വളരെ വലിയ മഴയും ഇടിയും മിന്നലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വീട്ടിലേക്ക് പോകണമെന്നൊരു ചിന്ത ഈ ഇടയനുണ്ടാവുകയും പെട്ടെന്ന് തന്നെ എല്ലാ ആടുകളെയും വിളിച്ച് ഇയാൾ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടിലേക്ക് എത്തിയതിന് ശേഷമാണ് എല്ലാ ആടുകളും ഉണ്ടോ എന്ന് ഇയാൾ നോക്കുന്നത്. കാരണം വളരെ വലിയ മഴയും ഇടിയും മിന്നലൊക്കെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ ആടുകളെയും ഒന്ന് വിളിച്ചിട്ട് അവയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു. വീട്ടിലെത്തിയതിനു ശേഷം ഇയാൾ ആടുകളെ ശ്രദ്ധിക്കുമ്പോഴാണ് കൂട്ടത്തിലുള്ള ആ 100 ആടുകളിൽ ഏറ്റവും കുസൃതി ഉണ്ടായിരുന്ന ആ ഒരു ആടിനെ കാണുവാനില്ല. ആ ആട് എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ഈ ഇടയന് വളരെയധികം ഒത്തിരി വിഷമവും ദുഃഖവും ഒക്കെ ആയി. അവിടെയൊക്കെ നോക്കി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂട. ബാക്കിയുള്ള ആ 99 ആടുകളെയും താൻ ആ കൂട്ടിലേക്ക് കയറ്റിയതിന് ശേഷം ഈ കാണാതായ ഒരൊറ്റ ആടിനെ അന്വേഷിച്ച് ഇടയൻ ഇറങ്ങുകയാണ്. വളരെ വലിയ മഴയും ഇടിയും മിന്നലും ഒക്കെയുണ്ട്. ആ ഒരു സമയത്താണ് തൻ്റെ കാണാതെ പോയ ആ ഒരു ആടിനെ അന്വേഷിച്ച് ഇടയൻ ഇറങ്ങുന്നത്. രാവിലെ മേയ്ക്കുവാൻ കൊണ്ടുപോയ ആ സ്ഥലത്തേക്ക് തന്നെ അന്വേഷിച്ച് പോവുകയാണ്. പക്ഷേ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ ഇടയൻ കാണുന്നത് മറ്റു ചില കാഴ്ചകളാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അങ്കമാലിയിൽ നിന്ന് അന്നാമദേവിയാണ്. എനിക്കിപ്പോ 2-3 എണ്ണം മിസ്സായി പോയി. എനിക്ക് കിട്ടാറില്ലല്ലേ? ഓക്കെ, എന്തായാലും ഇന്ന് കോൾ കിട്ടിയല്ലോ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവീദ് ആരുടെ അടുക്കലാണ് ചെന്നത്? ഗാദ് പറഞ്ഞ അതെ അതെ, ആൻസർ കറക്റ്റാണ്. ഓർന്നാന്റെ അടുക്കൽ. ഓക്കെ, അതിൻ്റെ ഒരു പാട്ട് പാടുന്നുണ്ടോ ഇന്ന്? പാടാലോ. പാടിക്കോളൂ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, ഇഹലോകമോ തരികില്ലൊരു കൃപയും മനഃശാന്തിയതും. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ഹലോ 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 ആൻറ്റി, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ദാവീദ് ചെന്നപ്പോൾ ഓർന്നാൻ എന്തു ചെയ്യുകയായിരുന്നു? എന്റെ ഓർന്നാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ അതെ, ആൻസർ കറക്റ്റാണ്. ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി ആൻറ്റി അടുത്ത് വായിച്ച ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് പറയാമോ? ഒരുവന്റെ വഴി യഹോവയ്ക്ക് ഇഷ്ടമുള്ളതായി തോന്നിയാൽ അവന്റെ ശത്രുക്കളെ പോലും അവനോട് അടുപ്പിക്കുന്നു. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം: ഗോതമ്പ് മെതിച്ചു കൊണ്ടിരുന്ന ഓർന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? ദാവീദിനെ കണ്ടു. ദാവീദിനെയാണോ കണ്ടത്? ദാവീദിനെ ദൂതനെ. അതെ അതെ അതെ, ആൻസർ കറക്റ്റ് ആണ്, ദൂതനെ. ഓക്കെ ഓക്കെ, ഇനി ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് കൂടി പറയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യോസേഫിനെ. എന്തുകൊണ്ടാ യോസേഫിനെ ഇഷ്ടം? യോസേഫ് ഒരുപാട് സഹിച്ചു, അതുപോലെ തന്നെ അവൻ ഉയർന്നു. അവൻ ഒരു പോത്തിഫാറിന്റെ വീട്ടിൽ അടിമയായി ജയിലിൽ കിടന്നു. അതൊക്കെ കഴിഞ്ഞ് ദൈവം അവനെ ഉയർത്തി. ഒരുവനെ ദൈവം ഉയർത്താമെന്ന് വിചാരിച്ചാൽ ദൈവം ഉയർത്തിയിരിക്കും. അപ്പൊ സ്വന്തം സഹോദരങ്ങളൊക്കെ അവനെ പൊട്ടക്കിണറ്റിലിട്ടു, അവിടുന്ന് വിറ്റു, കച്ചവടക്കാർക്ക് വിറ്റു, അവിടുന്ന് എന്നിട്ട് അവിടെ ജയിലിൽ കിടന്നു. അങ്ങനെ എത്രയോ സഹിച്ചു. അവസാനം ഈ സഹോദരങ്ങൾ വന്നപ്പോഴും ജോസഫ് പറഞ്ഞു, കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, നമ്മുടെ അപ്പനും സുഖമായിരിക്കണോന്ന് ചോദിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ ചോദിക്കും, ഇറങ്ങടാ ഇവിടെ എന്ത് നിങ്ങള് വിറ്റതല്ലേ എന്നൊക്കെ ചോദിക്കും അല്ലേ? അതെ, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അപ്പൊ വേഗം യോസേഫ് അവരെ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് ഗോതമ്പ് കൊടുത്ത് ഭക്ഷണങ്ങളൊക്കെ കൊടുത്തയച്ചു. നമ്മുടെ അപ്പന് സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോ അതൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് തറയ്ക്കാണ്. അതെ അതെ, ഓക്കെ ഓക്കെ, എന്തായാലും വളരെയധികം വിശദീകരിച്ച് ജീവനോടെ കണ്ടു. അതെ അതെ, വളരെയധികം വിശദീകരിച്ച് തന്നെ ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യഹോവയുടെ ദൂതനെ കണ്ട ഓർന്നാന്റെ 4 പുത്രന്മാർ എന്താണ് ചെയ്തത്? ഓർന്നാന്റെ 4 പുത്രന്മാർ എന്ത് ചെയ്തു? യഹോവയുടെ ദൂതനെ കണ്ട ഓർന്നാന്റെ പുത്രന്മാരാണ്. ദാവീദിനല്ല, ദൂതനെ കണ്ട. കുളത്തിൽ നിന്ന് പുറത്തുനിന്ന് ദാവീദിന്റെ മുൻപ്. ദൂതനെ കാണുമ്പോൾ ഇവർ 4 പേരും എന്താണ് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യുന്നുണ്ട്. 4 പുത്രന്മാരും ഒരുമിച്ച് പുത്രന്മാരുമായി ഒളിച്ച് ഓർന്നാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അവര് ഒളിച്ച് കളഞ്ഞല്ലേ? അപ്പോൾ അതാണ് ആൻസർ. അവർ 4 പേരും ഒളിച്ചു കളഞ്ഞു. ഓക്കെ ആൻറ്റി, അപ്പോൾ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ ആൻറ്റി, എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ.
ഓക്കെ, താങ്ക് യു ആൻറ്റി. ഇപ്പോൾ അങ്കമാലിയിൽ നിന്നും അന്നാമ്മ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു, ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു, ഒരു പാട്ട് പാടി. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഇടയൻ തൻ്റെ കാണാതായ ഒരു ആടിനെ അന്വേഷിച്ച് അത്രയും വലിയ മഴയും ഇടിയും മിന്നലും ഒക്കെയുള്ള ആ ഒരു സമയത്താണ് ബാക്കി 99 ആടിനെയും കൂട്ടിലാക്കിയതിന് ശേഷം ഓടിപ്പോകുന്നത് തൻ്റെ കാണാതായ ഒരൊറ്റൊരു ആടിനെ അന്വേഷിച്ചു. അയാൾ ആ വളരെയധികം ഓടിപ്പോകുന്ന ആ ഒരു സമയത്ത് ഇടിവെട്ടുന്നുണ്ട്, മഴയുണ്ട്, അതുപോലെ തന്നെയാണ് കാട്ടിലേക്കാണ് പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ തൻ്റെ മുൻപിലുണ്ട്. പക്ഷേ എങ്ങനെയും തൻ്റെ കാണാതായ ഒരു ആട്ടിൻകുട്ടിയെ കണ്ടെത്തണം. എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. അവർ ആടിനെ മേയ്ക്കാൻ വിട്ട എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. പക്ഷേ ഒരിടത്തും കാണുന്നില്ല. താൻ ആടിനെ സ്നേഹത്തോടെ വിളിക്കുന്ന ഓരോ പേരുകളും ഒരു ഉറക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നും ആടിനെ കാണുകയോ ആടിൻ്റെ സൗണ്ട് കേൾക്കുകയോ ശബ്ദം കേൾക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇതൊക്കെയും ഈ ഇടയനെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. എങ്ങനെയും തൻ്റെ ആടിനെ കണ്ടെത്തിയതിന് ശേഷമേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്നൊരു ഉറച്ചൊരു തീരുമാനം അയാളുടെ മനസ്സിൽ വീണ്ടും വരുന്നുണ്ട്. എങ്ങനെയും തൻ്റെ ആടിനെ കണ്ടെത്തണം. അങ്ങനെ അയാൾ അവിടെയൊക്കെ അന്വേഷിച്ചു. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെയും ആടിനെ മേയ്ക്കാൻ വിട്ട ആ സ്ഥലത്ത് നിന്നും കുറച്ചും കൂടെ താഴേക്ക് അയാൾ പോയി നോക്കി. അവിടെയൊന്നുമില്ല. വീണ്ടും കുറച്ചും കൂടെ താഴോട്ട് പോയി തൻ്റെ ആടിനെ വിളിച്ചു നോക്കുമ്പോൾ എവിടെ വന്നു ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഏത് സ്ഥലത്ത് നിന്നാണെന്ന് ഈ ആട്ടിടയന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. വീണ്ടും ആ ശബ്ദം കേൾക്കുന്ന സ്ഥലം അന്വേഷിച്ച് പോകുമ്പോൾ താൻ ആടിനെ മേയ്ക്കാൻ വിട്ട സ്ഥലത്ത് നിന്നും വളരെയധികം മാറി ഒരു കുന്നിൻ്റെ ചരിവിൽ വളരെയധികം മുൾച്ചെടികളുടെയും ഒരുപാട് കുറ്റിക്കാടിൻ്റെയും ഇടയിൽ അകപ്പെട്ട് കിടക്കുകയാണ് തൻ്റെ ആ കുഞ്ഞാട്. ആടിനെ കണ്ടപ്പോൾ എങ്ങനെയും തൻ്റെ ആടിനെ രക്ഷിക്കണമെന്ന് മാത്രമേ ഈ ഇടയൻ്റെ മനസ്സിലുള്ളൂ. പക്ഷേ രക്ഷിക്കുവാൻ വേണ്ടി പോയാൽ ആ ഒരുപാട് ചെറിയൊരു കുറ്റിക്കാടാണ്, മുൾച്ചെടികളാണ്, അതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. താൻ രക്ഷിക്കുമ്പോൾ ഒരുപാട് പരിക്ക് പറ്റും, എന്തെങ്കിലും സംഭവിക്കുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഈ ആട്ടിടയൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. പക്ഷേ തൻ്റെ കൂട്ടിലുള്ള ബാക്കി ആടുകളെ പോലെ തന്നെയാണ് തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ ആടുകളെ പോലെ അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ ആടും. ഈ ആടിനെ കണ്ടിട്ട് ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും പോകുവാൻ ഈ ആട്ടിടയൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ആ കുറ്റിക്കാടിൻ്റെ ഇടയിൽ ഒരുപാട് മുൾച്ചെടികളുണ്ടായിരുന്നു, മുള്ളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആട്ടിടയൻ അവിടേക്ക് ഇറങ്ങി ആ മുൾച്ചെടികളൊക്കെ പതുക്കെ മാറ്റി, എല്ലാത്തിനെയും മാറ്റിയതിന് ശേഷം വളരെയധികം ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ആ കുട്ടി ആടിനെ രക്ഷപ്പെടുത്തി എടുക്കുന്ന സമയത്ത് ആ ചെറിയ ആടിൻ്റെ ശരീരത്തിന് മുഴുവനും ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം മുൾച്ചെടികളുടെ ഇടയിൽ കിടന്നതാണ്, താഴ്വാരത്തിലാണ്, ചെറിയൊരു കുറ്റിക്കാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും വളരെയധികം കഷ്ടപ്പെട്ട് ആടിനെ രക്ഷപ്പെടുത്തിയെടുത്തു. ശരീരം മുഴുവനും രക്തക്കറ പറ്റിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ആ ആടിനെ കൊണ്ട് ആ ആട്ടിടയൻ തൻ്റെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം ആ ചെറിയ ആടിന് ദിവസങ്ങൾ നീണ്ട ചെറിയ ശുശ്രൂഷകൾ നൽകി അതിനെ സുഖപ്പെടുത്തി തിരികെ തൻ്റെ മറ്റുള്ള ആടുകളോടൊപ്പം ചേർത്തു. വീണ്ടും മേയ്ക്കുവാൻ കൊണ്ടുപോയി. പക്ഷേ ആ ഒരു ദിവസം ഈ ആട്ടിടയൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കത്തില്ല. കാരണം തനിക്കിനി തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ആ ആടിനെ അത്രത്തോളം കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അതിനെ ശുശ്രൂഷിച്ചു, പരിപാലിച്ചു, അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അതാണ് ആ ആട്ടിടയന് തൻ്റെ ആടിനോടുള്ള സ്നേഹം. തൻ്റെ കുടുംബക്കാർക്ക്, തൻ്റെ വീട്ടിലുള്ള ഓരോരുത്തർക്കും എത്ര പ്രാധാന്യം നൽകുന്നു അതേ പ്രാധാന്യം തന്നെ തൻ്റെ ഓരോ ആടിനും നൽകി. ഒരു ആടിന് പരിക്ക് പറ്റിയപ്പോൾ അതിനെ തിരികെ കൊണ്ടുവന്നു. താൻ മേയ്ക്കാൻ വിടുന്ന സ്ഥലം മാറി മറ്റു സ്ഥലത്തേക്കാണ് ആ ആട് പോയത്. എങ്കിലും ആ ആടിനെ വഴക്ക് പറയുകയോ അതിനെ രക്ഷപ്പെടുത്താതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. അതിനെ രക്ഷപ്പെടുത്തിയെടുത്തു. വീണ്ടും തൻ്റെ മറ്റുള്ള ആടുകളോടൊപ്പം കൂടെ ചേർക്കുകയാണ് ഈ ആട്ടിടയൻ ചെയ്തത്. അത് ആ ആട്ടിടയൻ്റെ ഏറ്റവും വളരെ നല്ലൊരു സ്വഭാവം കൂടിയാണ്. നമുക്കെന്തായാലും അവസാനമായിട്ട് ഒരു കോളും കൂടെ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഓമന ആൻറ്റി. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെയാ? തൃശ്ശൂരാണല്ലേ. ഓക്കെ. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് ഹസ്ബൻഡും ഞാനും മാത്രമുള്ള 2 പെൺകുട്ടികളുണ്ട്. അവരെ കെട്ടിച്ചയച്ചു. അപ്പൊ ആന്റി അങ്കിളും മാത്രമാണല്ലേ? പിന്നെ 101 വയസ്സായ അപ്പച്ചനുണ്ട്. 84 വയസ്സായ എന്റെ ഒരു ബ്രദറുണ്ട്. ബ്രദറിന് വൈഫും മക്കളൊന്നും ഇല്ല, ഒറ്റയ്ക്കാ. അപ്പൊ ഞങ്ങളുടെ കൂടെയാ. നിങ്ങളുടെ കൂടെയാണല്ലേ? ഓക്കെ.
അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാവീദിനെ കണ്ട് കളത്തിൽ നിന്ന് പുറത്തു ചെന്ന് ദാവീദിന് മുൻപിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചത് ആരാണ്? ഓർന്നാൻ. ഓർന്നാൻ. അത് ആൻസർ കറക്റ്റാണ്, ഓർന്നാൻ. ആൻറ്റി ഇതൊരു പാട്ട് പാടുന്നുണ്ടോ? എന്തോ? ഒരു പാട്ട് പാടുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ദാവീദ് ഓർന്നാന്റെ മെതിക്കളം ആവശ്യപ്പെട്ടത് എന്തിനായിരുന്നു? പിന്നെ ദൈവം മഹാമാരി അയച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൂതൻ ഗാദിനോട് പറഞ്ഞു ദാവീദിനോട് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗാദ് പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു യഹോവയ്ക്ക് യാഗം അർപ്പിക്കാൻ അതിന് വേണ്ടിയിട്ട്. അതായത് യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുവാനല്ലേ? ഓക്കെ, ആൻസർ കറക്റ്റാണ്. ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? മിരിയാമിനെ കുറിച്ചിട്ട്. മോശയുടെ സഹോദരിയാണ് മിരിയാം. മിരിയാം മോശയ്ക്ക് എതിരായിട്ട് സഹോദരനായ അഹ്റോന്റെ കൂടെ കൂട്ടുകൂടിയിട്ട് മോശ ഒരു ഹൂഷ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതിനെ കുറിച്ച് പിറുപിറുത്തു. എല്ലാവർക്കും ദൈവം പിന്നെ വരങ്ങൾ കൊടുത്തിട്ടുണ്ട്, മോശയ്ക്ക് മാത്രമല്ല എന്നൊക്കെ മോശയ്ക്കെതിരെ പിറുപിറുത്തതിന്റെ ഫലമായിട്ട് മിരിയാം കുഷ്ഠരോഗിണിയായി 7 ദിവസം അടച്ചു പാർത്തു. മോശ മിരിയാമിന് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് കുഷ്ഠരോഗം മാറി. പിന്നെ മോശയോടൊപ്പം അവര് യാത്ര തുടർന്നു. ഓക്കെ, എന്തായാലും മിരിയാമിനെ കുറിച്ച് പറയുമ്പോൾ മോശയുടെ ജനനം മുതൽ തന്നെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അല്ലേ? മിരിയാമിന് മോശയെ വളർത്താൻ സഹായിച്ചതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മിരിയാമിനെ കുറിച്ച് പറയുമ്പോൾ. അതിൽ വളരെ ഏറ്റവും എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആൻറ്റി സംസാരിച്ചത്. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുവാൻ എന്തിനാണ് ദാവീദ് ആഗ്രഹിച്ചത്? യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുവാൻ എന്തിനാണ് ദാവീദ് ആഗ്രഹിച്ചത്? ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അതാണ് ആൻസർ. ബാധ ജനത്തെ വിട്ടുമാറുവാനായി. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ, ഇനി ബൈബിളിലെ ഏതെങ്കിലും ഒരു വചനം കൂടി പറയാമോ? യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന അവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവന് നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. യാഗപീഠം പണിയുവാനുള്ള സ്ഥലവും അതിനുള്ള വസ്തുക്കളും സൗജന്യമായി തരാമെന്ന് ഓർന്നാൻ പറഞ്ഞത് ദാവീദ് നിരസിച്ചത് എന്തുകൊണ്ടാണ്? യഹോവയ്ക്ക് വേണ്ടി വില കൂടാതെ ഞാനൊന്നും വാങ്ങുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം കൊണ്ട്. അത് തന്നെയാണ് ആൻസർ. ചെലവ് കൂടാതെ താൻ യഹോവയ്ക്ക് ഹോമയാഗം അർപ്പിക്കുകയില്ലെന്ന് ദാവീദ് പറഞ്ഞു. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ, എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ആൻറ്റി. ഇനിയും വിളിക്കണം കേട്ടോ. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഓമന ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ ആട്ടിടയനെക്കുറിച്ചും തൻ്റെ ആടുകളെ അയാൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും കാണാതായ ഒരു ആടിനെ അയാൾ കണ്ടെത്തിയതിനെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിച്ചത്. കർത്താവായ യേശുക്രിസ്തു ഇതുപോലെയാണ്. നമ്മൾ യേശുക്രിസ്തുവിനോടൊപ്പം എല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷേ ചിലരൊക്കെ വല്ലപ്പോഴൊക്കെ പിന്മാറ്റ അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ദൈവത്തിൽ നിന്നും ഒരുപാട് അകന്നു പോകാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ദൈവത്തിൽ നിന്നും ഒരുപാട് അകന്നു പോയി ഒരുപാട് പാപത്തിൻ്റെ വഴിയിലാണ് നമ്മുടെ ജീവിതമെങ്കിലും ദൈവം നമ്മളെ തേടി വന്ന് ഒരു വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാക്കി വീണ്ടും നമ്മുടെ ദൈവത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരും. അത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹവും കരുണയും വാത്സല്യവും ഒക്കെ കൊണ്ടാണ്. അപ്പോൾ പിന്മാറ്റ ഒരു അവസ്ഥ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റി വീണ്ടും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം മനസ്സിലാക്കി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയാൽ ദൈവം നമുക്കെപ്പോഴും സ്നേഹവും താങ്ങും തണലും കരുതലും ഒക്കെ തരും. കാരണം കർത്താവായ യേശുക്രിസ്തുവിന് നമ്മുടെ എല്ലാവരെയും ആവശ്യമാണ്.
നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്, ക്രൂശിക്കപ്പെട്ടത്. അതൊക്കെ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും വാത്സല്യവും ഒക്കെ മനസ്സിലാക്കി ആ പാതയിൽ മുൻപോട്ട് പോയാൽ നമ്മുടെ ജീവിതം എപ്പോഴും നല്ലതായി തീരും. ഏതായാലും വചനസമീക്ഷയുടെ ഈ ഒരു അധ്യായം പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.